ഈ ബലാത്സംഗ കേസിൽ നടനും എംഎൽഎയുമായ മുകേഷിനെതിരായ കുറ്റപത്രം ഇപ്പോൾ മടക്കിയിട്ടുണ്ട്. സൂക്ഷ്മ പരിശോധനയിൽ ചില സാങ്കേതിക പിഴവുകളൊക്കെ കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് നടപടിയെന്നാണ് പറയുന്നത്. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സഹിൻ ആന്റണി ഉണ്ട്. സഹിൻ, ഈ ഡിജിറ്റൽ തെളിവുകളടക്കം സമർപ്പിച്ചാണ് കുറ്റപത്രമൊക്കെ നൽകിയത് അന്വേഷണ സംഘം. ഇപ്പോൾ എന്ത് സാങ്കേതിക പിഴവ് പറഞ്ഞാണ് മടക്കിയിരിക്കുന്നത്? സേതു, എറണാകുളം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കുറ്റപത്രത്തിൽ ചില സാങ്കേതിക പിഴവുകൾ കണ്ടെത്തിയത്. തീയതികളിലടക്കം പിഴവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രം അന്വേഷണ സംഘത്തിന് മടക്കി നൽകിയിരിക്കുകയാണ്. ഇതിലെ പിഴവുകൾ പരിഹരിച്ച ശേഷം കുറ്റപത്രം വീണ്ടും അന്വേഷണ സംഘം കോടതിയെ തന്നെ തിരികെ ഏൽപ്പിക്കും. എന്തായാലും ചില സാങ്കേതിക പിഴവുകൾ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുകേഷിനെതിരെയുള്ള കുറ്റപത്രം കോടതി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് തിരികെ നൽകിയത്. കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ സംഘം മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകളും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാട്സപ്പ് ചാറ്റുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ കുറ്റപത്രം സമർപ്പിച്ചത്. കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നായിരുന്നു അന്ന് കോടതിയെ അന്വേഷണ സംഘം അറിയിച്ചിരുന്നത്. ആലുവയിലെ നടിയുടെ പരാതിയിലായിരുന്നു മുകേഷിനെതിരെ പോലീസ് കേസെടുത്തത്. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം തന്നെ അത് പരിശോധിക്കുകയായിരുന്നു. ഒടുവിൽ മുകേഷ് കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ മുകേഷിനെതിരെ ചില തെളിവുകൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലുണ്ടായിരുന്നത്. ആ രീതിയിൽ തന്നെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. നടിയെ നടനും എംഎൽഎയുമായ മുകേഷ് ബലാത്സംഗം ചെയ്തു എന്നുള്ളതായിരുന്നു പരാതി. സേതു. ശരി സഹിൻ.